ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ജന്മത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിനുള്ള കാരണം എന്താണ്, ആൻഡ് ഓൾസോ അത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, കർമ്മ റിലീസിങ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടാണോ, സംതിങ് എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയത്? അത് പലപ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകാം. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം അത്. എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് പയലിലേക്ക് പോകാം. ഗൈഡൻസ് ആണ് ഫസ്റ്റ് പയലായിട്ട് വെച്ചിട്ടുള്ളത്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മളുടെ ഫൗണ്ടേഷനെ കുറിച്ചിട്ടും ഏത് വഴിയിലൂടെ പോകണം, എങ്ങനെയായിരിക്കണം സഞ്ചരിക്കേണ്ടത്, ഓക്കെ, അത് പല യൂണിവേഴ്സൽ സയൻസും നമ്മൾക്ക് കിട്ടും അല്ലേ. അതിപ്പോൾ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, ഏഞ്ചൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡ്രീംസ് ആയിക്കോട്ടെ, സ്പിരിച്വൽ ആയിട്ടുള്ള പല പ്രാക്ടീസസ്, പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ദ ഗൈഡൻസ്. സോ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. അത് സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ പല ബന്ധനങ്ങളിലും നിന്നും ഉള്ള ഒരു മോചനം. ഓക്കെ, യാ, അത് തന്നെയാണ്. ഇതിൽ കയ്യിൽ നിന്നും വിട്ട് പറന്നു പോകുന്ന പക്ഷി, അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏത് പയലാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു പയൽ ചൂസ് ചെയ്യാവുന്നതാണ്. ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് വീഡിയോ ആണ്. റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കാം, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഗൈഡൻസ് ഫസ്റ്റ് പയലിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ദ ഗൈഡൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് പയൽ. അപ്പോൾ നമുക്കതിൻ്റെ സ്പ്രെഡ് നോക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. 6 കാർഡ് സ്പ്രെഡ് റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ്, അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിലെ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും, ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ്, ഈ കാർഡ് അത്രത്തോളം കാണുന്നുണ്ടോ എന്നറിയില്ല. ദ ഫസ്റ്റ് കാർഡ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം നമുക്കിവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു കൈനെ ഹാൻഡ്, ഒരു കൈപ്പത്തീനെ നമ്മൾക്ക് കാണാം. ദെൻ ആൻഡ് ഓൾസോ കൈയുടെ കുറച്ച് ഭാഗം, ആൻഡ് ഓൾസോ ദ കളർ ഇസ് ദ റെഡ് ആൻഡ് ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള റെഡിഷ് ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ വളരെ സ്പിരിച്വലി ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പ്രാർത്ഥന മുടങ്ങാണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുടുംബക്ഷേത്രത്തിൽ പോകാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അത്തരത്തിലുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടുകൂടിയാണ് ഒരു പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, പണ്ടും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിട്ടില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. മീൻസ് അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫയർ എലമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്, തീജ്വാലയാണ് സൂചിപ്പിക്കുന്നത്, തീയിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫയർ എലമെന്റ് എന്ന് പറയുമ്പോൾ മേ ബി ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആകാനുള്ള സാധ്യത കാണിക്കുന്നു.
ബിക്കോസ് ഏതൊരു സാഹചര്യത്തിലും മുങ്ങിത്താഴ്ന്നു പോയാലും എങ്ങനെയെങ്കിലും കുതിച്ചുയരണം എന്നുള്ള ഒരു ആർജവമുള്ള ആൾക്കാരായിരുന്നു നിങ്ങൾ. ഓക്കെ, ആർജവമുള്ള ആൾക്കാരായിരുന്നു നിങ്ങൾ പണ്ട്. അതായത് വളരെ പണ്ട് നിങ്ങൾ മേ ബി കുട്ടിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് നല്ല പ്രായം, ഐ മീൻ ടീനേജ് പ്രായം, അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ മേ ബി ഭയങ്കരമായിട്ട് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലത ഉള്ളവരും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളും ആയിരിക്കണം. ബട്ട് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ട്രോമറ്റിക് സിറ്റുവേഷൻസ് ഒരുപാടുണ്ടായി. അതായത് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കർമ്മം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. അതാണ് ഈ പറഞ്ഞ ഈ ഒരു വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ. സോ ആ ഒരു കാർമിക് കാര്യങ്ങൾ അല്ലെങ്കിൽ കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ തൻ്റെ ഇടം, എന്തിനേയും മറികടക്കാം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ദൃഢമായിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മനസ്സ് എവിടെയൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അതായത് നിങ്ങൾ കുറേ ഫൈറ്റ് ചെയ്തു. പക്ഷെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകും തോറും വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളായപ്പോൾ നിങ്ങൾ എവിടെയൊക്കെയോ ആയുധം വെച്ച് കീഴടങ്ങി എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എത്രത്തോളം താഴ്മയിലേക്ക് പോയാലും, എത്രത്തോളം താഴ്ന്നു പോയാലും വീണ്ടും ആ കൈ ഉയർന്നു തന്നെ വരും. അതായത് വീണ്ടും കുതിച്ചുയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയില്ലേ, അതായത് എന്താണ്, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാക്കി മാറ്റിയത് ഈ പേഴ്സന്റെ വരവോട് കൂടിയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ആദ്യം നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ വീണ്ടും ലൈഫിൽ ഇങ്ങനെ പരീക്ഷണ ഘട്ടങ്ങളും കാർമിക് ആയിട്ടുള്ള മോശപ്പെട്ട സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തുടരെ തുടരെ വന്നപ്പോൾ മേ ബി നിങ്ങളുടെ പാരൻസ് ഡിവോഴ്സ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് കുറച്ച് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ശാപമായിട്ടുള്ള കാര്യങ്ങൾ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കാരണം നിങ്ങളുടെ യഥാർത്ഥ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ, അത് നിങ്ങൾ പണയം വെച്ചു അല്ലെങ്കിൽ അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി. ബിക്കോസ് നിങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ പരാജയപ്പെട്ടു, എനിക്കിനി വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ മേ ബി നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ആക്റ്റീവായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. സോ നിങ്ങൾ തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നെഗറ്റീവ് അവസ്ഥയിൽ നിന്നും പോസിറ്റീവ് അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് പഠിപ്പിച്ചതും ഒരു പരിധി വരെ കാരണമായതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആ വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഈ വ്യക്തിയുടെ വരവോട് കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് ഒരു ഫയർ എലമെന്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബിക്കോസ് നിങ്ങൾ അത്രയും അപാര ശക്തിയുള്ളവരായിരുന്നു. പക്ഷെ എപ്പോഴേക്കും നിങ്ങൾ അത് സിങ്കായിപ്പോയി, നഷ്ടപ്പെടുത്തിപ്പോയി. ബിക്കോസ് ഡ്യൂ ടു ദ ഹൈ വൈബ്രേഷൻസ് ഓഫ് നെഗറ്റീവ് എനർജി. പക്ഷെ അത് വീണ്ടും നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിച്ചത് ഈ വ്യക്തിയുടെ വരവോട് കൂടി തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് അത്രമാത്രം ഹീലിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നും, അത്രമാത്രം ഹീലിംഗ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു, നിങ്ങൾ കണ്ടുപിടിച്ചു. പല ആൾക്കാരും ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും നിങ്ങളുടെ ജന്മലക്ഷ്യം കണ്ടുപിടിച്ചു എന്നുള്ളതും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് പലപ്പോഴും നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ടാകാം, ഞാൻ എന്തിനാണ് ജനിച്ചത്, അല്ലെങ്കിൽ വെറും ഇങ്ങനെ പാഴ്ജന്മമാകാൻ വേണ്ടിയിട്ടാണോ ഞാൻ ജനിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോശക്കേടുകളിൽ ബലിയാടാകാൻ വേണ്ടിയിട്ടാണോ ഞാൻ ജനിച്ചത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിനുള്ള ഉത്തരം ഈ വ്യക്തിയുടെ വരവോട് കൂടി നിങ്ങൾ
പഠിച്ചു, ഹീലിംഗ് ആയി, നിങ്ങളുടെ മനസ്സും ശരീരവും ചിന്തകളും ഹീലിംഗ് ആയതോടുകൂടി അവിടെ പ്യൂരിഫിക്കേഷൻ സംഭവിച്ചു. ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതും കൂടിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും, ചിലവർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, പക്ഷേ ഒട്ടുമിക്ക ആളുകളും നിങ്ങളുടെ സോൾ പർപ്പസ്, ജന്മലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് എനർജി തന്നെയാണ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഫാസ്റ്റ് ചേഞ്ച് ആണ്. മേ ബി നിങ്ങളുടെ ജോലിയിൽ പ്രമോഷൻ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, നിങ്ങൾക്ക് സ്പിരിച്വൽ പരമായിട്ടുള്ള പല നേട്ടങ്ങളും, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും രോഗ അവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കരകയറി വരാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഡ്യൂ ടു ദിസ് പേഴ്സൺ. ഈ പേഴ്സണെ കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ബോഡിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാകാം. ഓക്കെ, പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ അത്രയും ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സൊരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആകരുത്. അതായത് മനസ്സൊരിക്കലും ചിന്തകൾ വിട്ടു പോകരുത്. അതായത് ഡിസ്ട്രാക്റ്റഡ് ആകാതെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ദ സെക്കൻഡ് കാർഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കാർഡ് ഇസ് ഇൻഡിക്കേറ്റിംഗ്. നമുക്ക് നോക്കാം, നമുക്ക് കാണാം, ഇറ്റ്സ് എ ലേഡി. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു കയ്യിലൊരു ബൗളുണ്ട്, അത് നിറച്ചും ഫ്രൂട്ട്സ് ആണ്. അതൊരു ശേഖരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നല്ല നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക. ഈ വ്യക്തി, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഈ പേഴ്സണായിട്ട് പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മോശകാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ റിലേഷൻഷിപ്പിലുള്ളതാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സിറ്റുവേഷൻ. മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്ത് പിടിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് മോശപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇതുപോലെ ശേഖരിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ പലവരും വളരെ പോസിറ്റീവാണ്, വളരെ എനർജറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ ഐ മീൻ മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ. ബിക്കോസ് ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത്രയും കാലം അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഇല്ലായിരുന്നു. മേ ബി നിങ്ങൾ അവരെ കുറ്റമായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുന്നത്, കുറ്റമായിട്ടും അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കാം അവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഐ മീൻ ആ ഒരു ആൻസിസ്റ്റേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ്, ബിക്കോസ് ആൻസിസ്റ്റേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള എനർജി നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിലൂടെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം അത് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾക്ക് പണം കിട്ടാനുള്ള വഴികൾ, അതായത് പണം ഉണ്ടാക്കാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ബിക്കോസ് റാപ്പിഡ് ചേഞ്ച് ആണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഓൾറെഡി ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാകാം. ചിലപ്പോൾ ആ ആൾക്കാരായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. ബിക്കോസ് ഈ വ്യക്തി വന്നതോടുകൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി. നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ജോബ്, ബെറ്റർ സാലറി, ബെറ്റർ ഇൻകം ഒക്കെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഉറക്കം നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, യോഗ അല്ലെങ്കിൽ ജിമ്മിൽ പോകാം. അതല്ല, ആൻഡ് ഓൾസോ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടാകാം. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ തന്നെയാണ്. സോ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളും ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഡ്രീംസ് കാണാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. ഡ്രീംസ് എന്ന് പറയുന്നത് സാധാരണ ഡ്രീംസിനെയല്ല സൂചിപ്പിക്കുന്നത്, കുറച്ച് പ്രവചനമായിട്ടുള്ള ഡ്രീംസുകൾ. അതായത് നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഓർത്ത്, ഓക്കെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താകും, അല്ലെങ്കിൽ ഇത് സക്സസ് ആകോ, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അതായത് നിങ്ങളുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനുള്ള ഉത്തരങ്ങളിൽ പലതും നിങ്ങളുടെ ഡ്രീംസിലൂടെ, നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരുപാട് നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണില്ലേ, അത് നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വപ്നങ്ങളിലൂടെയും പല ദർശനങ്ങൾ ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മര്യാദക്കൊക്കെ ഉറങ്ങുക,
നേരത്തെ ഭക്ഷണം കഴിക്കുക, നേരത്തെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ടെക്നിക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത്, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് സൂപ്പർ ആക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ട് അത് തലോണയുടെ ബാക്കിലോ അടിയിലോ അത് എഴുതിയിട്ട് നിങ്ങൾ വായിച്ചോളൂ. എന്നിട്ട് തലോണയുടെ ബാക്കിൽ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. ഓഫ് കോഴ്സ് അത് നല്ലൊരു ടെക്നിക്കാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് പലതരത്തിലും നിങ്ങൾക്ക് അത് ഉപകരിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുമ്പം അതുപോലെ അത്രയും ഡിവൈൻ കണക്ഷൻ തന്നെയാണ് നമ്മൾക്ക് ഇതിൽ നിന്നും കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡിസ്ട്രാക്ഷൻസ് കാണുന്നുണ്ട്. ഓക്കെ. നമുക്കറിയാൻ പറ്റും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ലേഡി ഓടുന്നതാണ് കാണിക്കുന്നത്. അതായത് നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും നീങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുക, ദൂരെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. മീൻസ് അതിപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഈ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ നെഗറ്റീവ് കേൾക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിനെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ കൊള്ളില്ല, അവൾ കൊള്ളില്ല, ചീത്തയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊന്നും ചെവി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അതും അറിഞ്ഞോ അറിയാതെയോ ഒരു മാനിഫെസ്റ്റ് ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഒരു ഹെൽത്തി ബെറ്റർ ബൗണ്ടറീസ് വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എല്ലാവരെയും ഒരു കൈ അകലത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ വ്യക്തിയായിട്ട് ഒരു കൈ അകലം എപ്പോഴും നല്ലതാണ്. ഓക്കെ. ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ത് പറഞ്ഞാലും നിങ്ങൾ വേഗം തന്നെ കിടന്ന് കരയുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പോകരുത്. ബിക്കോസ് അത് നെഗറ്റീവ് ആക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയല്ല, നിങ്ങൾ തന്നെയാണ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നത് അത് ഫസ്റ്റ് ഒരുപക്ഷെ ദൈവത്തെക്കാളും ആദ്യമായിട്ട് കനിയാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഒരു 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 ഉത്തരം നൽകുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ. ആൻസിസ്റ്റേഴ്സ് ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പൂർവികർ, അവരുടെ എനർജി നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പതിവില്ലാതെ അവരുടെ ഓർമ്മ വരിക, അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഓക്കെ. സംതിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ വരിക, എന്തൊക്കെയോ അവരായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് കടന്നു വരും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ സക്സസ്സിലേക്ക് എത്തിക്കുമെന്ന് കാണിക്കുന്നു. അതുപോലെ ദ ബാലൻസ് കാർഡ് ഇസ് ദ ലാസ്റ്റ് കാർഡ് ഇസ് ബാലൻസ്. ഓക്കെ. ഇറ്റ്സ് ഓൾ അബൌട്ട് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിലൊരു 70% ഓഫ് ആൾക്കാരും മസ്റ്റായിട്ടും ഈ വ്യക്തിനെ തന്നെ കല്യാണം കഴിക്കും. ബിക്കോസ് നമ്മൾക്ക് ബാലൻസ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. വൺ ഇസ് ദ സൺ എനർജി ആൻഡ് അനദർ ഇസ് ദ മൂൺ എനർജി. ഓക്കെ. ഇത് രണ്ടും കൂടെ ബാലൻസ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു 70% ഓഫ് ആൾക്കാരെങ്കിലും കല്യാണത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ കുറച്ചും കൂടി ബോൾഡ് ആക്കാനും, അതുപോലെ തന്നെ ഇതൊരു ഹീലിംഗ് പ്രോസസ്സിന്, അതായത് നിങ്ങളുടെ കർമ്മം തീരുക എന്ന് പറയുന്നത് നിങ്ങളുടെ മോശ കാലഘട്ടം തീരാനും, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാനും, നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങളുടെ മോശപ്പെട്ട പല കാര്യങ്ങളും ഹീലാകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഒരു പരിധിവരെ ഒരു മാരേജിലേക്ക് നല്ലൊരു പാർട്ട്ണറിനെയും കൂടി ലഭിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. അതായത് ഈ പേഴ്സൺ തന്നെയായിരിക്കും നിങ്ങളെ വിവാഹം ചെയ്യുന്നത്. ബിക്കോസ് ഒരു 75% ഓഫ് ആൾക്കാരുടെ നമ്മൾക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഫ്യൂച്ചർ കാർഡ് നമ്മൾക്ക് ബാലൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. സച്ച് എ നൈസ് സ്പ്രെഡ്. ഓക്കെ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ. എനിവേ, കം ടു മൈ ഡ്രീംസ് ഇഫ് യു ക്യാൻ.
ഡു യു മിസ് മീ ദ വേ ഐ മിസ് യു. ഓക്കെ, അപ്പം മിസ്സിങ് ഫീലൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. യെസ് യെസ്, ലെറ്റർ പി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ നമ്പർ 6. ഓക്കെ, 666 കിട്ടിയിട്ടുണ്ട്. അതാണ് ചില സമയത്ത് നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട് മനസ്സിന്. ഓക്കെ, അതാണ് ആ 666 കിട്ടിയിരിക്കുന്നത്. നെഗറ്റീവിലേക്ക് പോകരുത്. പൊളിറ്റീഷ്യൻ, 12 ആൻഡ് ഓൾസോ ദ 15 ഇയേഴ്സ്. ഇത്രയും ക്ലൂസ് ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ തുടക്കത്തിൽ തന്നെ കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ, സോ ദ സെക്കൻഡ് പയൽ. ഓക്കെ, ദ ഫ്രീഡം കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒരു ബന്ധനത്തിൽ നിന്നും മോചിതനായി അല്ലെങ്കിൽ മോചിതയായി പുറത്തേക്ക് മുകളിലേക്ക് പറക്കുന്ന ഒരു എനർജി. ഓക്കെ, നമുക്ക് പോണതിന് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഓഫറാണ്. അപ്പോൾ റീഡിങ്ങിന് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പുതിയ കസ്റ്റമേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, പിന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ സ്ക്രീനിലും കൊടുത്തേക്കാം. ഓക്കെ, ബാക്ക് ടു റീഡിങ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ബിക്കോസ് ഇവിടെ എനിക്ക് കൂടുതലും സ്ത്രീകളുടെ എനർജി ആയിട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. ബിക്കോസ് ഓൾ ദ കാർഡ്സ് ആർ റിലേറ്റിംഗ് ടു എ വുമൺ. ഓക്കെ, ഒരു സ്ത്രീയെ റിലേറ്റ് ചെയ്യുന്ന കാർഡ് തന്നെയാണ്. ഓക്കെ, എന്നും വെച്ചൊരു പുരുഷന്മാരിക്കല്ല എന്നല്ല, പക്ഷെ എങ്കിൽ പോലും കൂടുതലും സ്ത്രീകളുടെ. മേ ബി നിങ്ങളൊരു ഡിവോഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി അച്ഛനില്ലാഞ്ഞിട്ട്, അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടോ, അല്ലെങ്കിൽ അച്ഛനില്ല, സോ നിങ്ങളുടെ അമ്മയായിരിക്കാം കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തിയിട്ടുണ്ടാവുന്നത്. നിങ്ങൾ മേ ബി ഒറ്റ മകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മകളായിരിക്കാം ഉള്ളത്. ഓക്കെ, സംതിങ് എന്തോ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ അത് പറഞ്ഞു. യാ, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ട. ഐ തിങ്ക് ഇവിടെ കാർഡ് കാണാൻ പറ്റില്ലെങ്കിൽ ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ഫ്രം ദിസ് സ്പ്രെഡ്. സാക്രിഫൈസ് ആണ് കാണിക്കുന്നത്. ബിക്കോസ് ഇവിടെ ഒരുപാട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ത്യാഗം. ഓക്കെ, അത് ഫിസിക്കൽ പരമായിട്ടായാലും ഇമോഷണൽ പരമായിട്ടായാലും. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ലെസ് റിലാക്സേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയ നാളുകൾ, ജീവിതത്തിലെ നാളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ബിക്കോസ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആയാലും, നിങ്ങൾ വളർന്നു വന്ന ജീവിത രീതി ആയാലും ഭയങ്കര ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട്, അല്ലെങ്കിൽ മേ ബി നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ കൂടി നിങ്ങളുടെ മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം ത്യാഗം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കൊന്നും പോകാതെ ഭർത്താവിനെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് ഫുൾ ഇത് ചെയ്യുക, ഫുൾ എനർജിയും കൊടുക്കുക, ഫുൾ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനും കൂടി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി കടന്നു വന്നതിന്റെ കാരണവും ഒരു പരിധിവരെ ഇത് തന്നെയാണ്. ഓക്കെ, മേ ബി ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ മേ ബി ഒരു ഫാമിലി ഉണ്ടാകാം. ആ വ്യക്തിക്ക് വേറെ ഫാമിലി, നിങ്ങൾക്ക് വേറെ ഫാമിലി, അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഹാപ്പി അല്ല. സോ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ ദ മോസ്റ്റ് ഓഫ് ദ ലേഡീസ്, ഈ ഒരു സ്ത്രീകളുടെ ഒരു ഫേസ് നോക്കുകയാണെങ്കിലും ഒരുപാട് വിഷമ ഇത് കണ്ണിലൂടെ ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് സ്റ്റോറീസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും നിങ്ങളുടെ ഓരോ ജീവിത കഥകൾ. ഓക്കെ, ബിക്കോസ് അങ്ങനെ തന്നെയാണ്. അഗെയിൻ ദ സിംഗിൾ മോം ഓർ സിംഗിൾ ഡാഡ്. ഇപ്പൊ പുരുഷന്മാരാണ് കാണുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ വൈഫ് കൂടെയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെയില്ല. ഒരൊറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്.
ഓക്കെ. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇതിൽ നിന്നും നിങ്ങള് വേറൊരു സ്റ്റെപ്പിലേക്ക് വന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ധൈര്യം തന്നെയാണ്. അല്ലെങ്കിൽ ദ വാരിയർ വുമൺ. ബിക്കോസ് എന്താ പറയാ, ഇത് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ. പല ആൾക്കാരും മേ ബി ഇവിടെ കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളുടെ ആ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ കണ്ടുമുട്ടി അതിന്റെ പല പല സ്റ്റേജുകളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ അത് കണ്ടുമുട്ടിയ ഈ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. പല സ്റ്റേജുകളിലൂടെയും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്റ്റേജും ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ തന്നെയാണ്. മാനസിക വിഷമങ്ങൾ, നിരാശപ്പെടുത്തലുകൾ. ഓക്കെ. ഓക്കെ. ഇനിയും ഇതിനൊരു ചാൻസ് ഉണ്ട്, ഇനിയും ഇതിനൊരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അവിടെയൊക്കെ ലഭിക്കുന്നത് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആണ്. വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും, ഒരു പ്രതീക്ഷ തരും, വീണ്ടും ഹാർട്ട് ബ്രേക്ക് ചെയ്തിട്ട് പോകും. സോ ഓരോ ഒരു സ്റ്റേജിലും നിങ്ങൾ മേ ബി ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം. ബിക്കോസ് നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം യൂണിവേഴ്സ് കാണുന്നുണ്ട്, മദർ യൂണിവേഴ്സ് കാണുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഭൂമി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മദർ എർത്ത്. ഓക്കെ. ഭൂമി ദേവി, അതിനൊരു എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ബിക്കോസ് നമ്മൾക്ക് കൂടുതലും ഒരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭൂമി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ബിക്കോസ് അത് നല്ലൊരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് തരുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മൾക്ക് ഇവിടെ എർത്ത് എലമെന്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. മേ ബി ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആയിരിക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾ മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രിപ്പറേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ വന്നു, ഓക്കെ, എന്നാൽ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞേക്കാം, അല്ലെങ്കിൽ കരഞ്ഞ് 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 തളർന്നേക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകരുത്. ബിക്കോസ് നിങ്ങൾ എന്ത് കാര്യത്തിനും പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാനായിട്ട്. കാരണം ഈ ഒരു ജേണി ഇങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ച് ആൾക്കാരുടെ ഒരു കാർമിക് കണക്ഷൻസും നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. അതായത് വളരെ അത് മേ ബി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് കാർമിക് ആയിരിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത് ട്വിൻ ഫ്ലെയിമിനെ ആയിരിക്കാം. സോ അതിൻ്റെ ഒരു ഞെരുക്കങ്ങൾ. സോ നിങ്ങൾ മാനസികമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്ത് കാര്യത്തിനും ഡീല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കരുത്ത്. ബിക്കോസ് എന്ത് സിറ്റുവേഷൻ വന്നാലും വേഗം അത് വിഷമിക്കാനും ടെൻഷൻ അടിക്കാനും തളർന്നു പോകാനുമല്ല, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, മനോബലം നിങ്ങൾക്ക് മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ അതിനിപ്പോൾ എന്താ പറയുക, ഒരു അടിത്തറ ഉണ്ടാക്കി ഇടാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ അങ്ങനെ പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ, അതായത് ഫിനാൻഷ്യലി പരമായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സഹായം തേടണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് സമ്പാദിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരുപാട്, ബിക്കോസ് അത് ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങളെ ഇത് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ അത്യാവശ്യം കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. അത് ഇവിടെ ഒരിക്കലും എന്താ പറയുക, വയസ്സുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും ശരിയായിട്ട് ലൈഫിൽ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ, ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ക്ലിയർ ആയിട്ട് നിൽക്കുക, വെക്കുക. പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കൺഫ്യൂഷൻസ്, ഡൗട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ബിക്കോസ് ഉയർന്ന തലത്തിൽ ചിന്തിക്കുക. എന്ത് കാര്യം ഹൈ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ശ്രമിക്കുക. ഹൈ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. അതായത് നേരെ കാണുന്നത് മാത്രം മനസ്സിലാക്കി ചിന്തിച്ച് വിഷമിക്കുക, അല്ലെങ്കിൽ അങ്ങനെയല്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, അതിനുള്ള റീസൺ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ, അത് നിങ്ങൾ തേടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്.
ഓക്കെ. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ സ്പെൽസ്, റിച്വൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ അഫർമേഷൻസ്, പ്രാർത്ഥന രീതികൾ, മന്ത്രങ്ങൾ, എന്തൊക്കെയോ ആയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ ഫിഫ്ത്ത് കാർഡ് ഇസ് ഷോയിങ് ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ പ്രാർത്ഥനകളും എന്തൊക്കെയോ ടെക്നിക്കുകളും എന്തൊക്കെയോ മാനിഫെസ്റ്റേഷൻ തിങ്സ്, സ്പെൽസ്, അഫർമേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പിന്നിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ബിക്കോസ് എന്താണ് ഈ വ്യക്തി ഇങ്ങനെ, ഈ വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അല്ലെങ്കിൽ ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റുമെങ്കിൽ അത് അറിയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ കുറെ കേട്ടിട്ട് കാര്യമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ അറിയും. നിങ്ങൾ സത്യത്തെ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. സോ ഇത് ഒരു ട്വിൻ ഫ്ലെയിം ജേണി. അതുപോലെ പലവർക്കും കാർമിക് പാർട്ട്ണറിൽ നിന്നുമുള്ള ഒരു മോചനവുമായിട്ട് കാണിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നിങ്ങൾ മേ ബി അനുഭവിക്കുന്നുണ്ടാകാം. സോ നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ പേഴ്സൺ ഒരു കാരണമായി, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ഒരു പരിധി വരെ അങ്ങനെയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ലോട്ട്സ് ഓഫ് എനർജീസ് ഹിയർ. സംശയം മാറ്റുക കേട്ടോ. നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ സംശയത്തിലേക്ക് പോകുന്നുണ്ട്, സംശയത്തിന്റെ നിഴലിലേക്ക് പോകുന്നുണ്ട്. അത് ചെയ്യരുത്. ആൻഡ് ഓൾസോ നിങ്ങൾ ഫയർ വെച്ചിട്ട്, തീ വെച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ക്ലെൻസിങ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. എന്തെങ്കിലും നിങ്ങൾ മേ ബി നമ്പർ 22, 33, 34, 55 അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് ട്വിൻ ഫ്ലെയിം ജേണി. പല പല സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തീ വെച്ചിട്ട്, ഫയർ വെച്ചിട്ട് എന്തെങ്കിലും ക്ലെൻസിങ് ടെക്നിക്സുകൾ, അത് ജസ്റ്റ് ഒഴിഞ്ഞു കളയുന്നതായാലും മതി. ഉപ്പും മുളകും വെച്ചിട്ട് ഒഴിഞ്ഞു കളയുന്ന രീതി, എന്നിട്ട് തീയിലിട്ട് കത്തിക്കുന്ന രീതി, ജസ്റ്റ് നിങ്ങളെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നത് ഒന്ന് നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ തലവേദന, അതായത് തലവേദന ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മേ ബി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ടായിരിക്കണം. അമിതമായിട്ട് ചിന്തിച്ച് ഒരു വഴിക്കായിട്ട് അവസാനം നിങ്ങൾക്ക് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, സൈനസൈറ്റീസോ അല്ലെങ്കിൽ മൈഗ്രെയിനോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹീലാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അതിൽ നിന്നൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മോചനം ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. യാ, ഇറ്റ്സ് ഓൾ അബൌട്ട്സ് എ നൈസ് കാർഡ്. ഇതും അത്യാവശ്യം നൈസ് സ്പ്രെഡ് തന്നെയാണ്. പ്ലീസ് വെയിറ്റ് ഫോർ മീ എന്ന് പറയുന്നുണ്ട്. ഐ നോ ഐ ആം അവോയ്ഡിങ് യു സോ മച്ച്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് ഇപ്പോഴും സങ്കടം ഉണ്ടാകും. ബിക്കോസ് ദിസ് പേഴ്സൺ ഈസ് ഓൾവേസ് അവോയ്ഡിങ് യു. അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മേ ബി നിങ്ങളൊരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. ലണ്ടൻ കിട്ടിയിട്ടുണ്ട്, കേളി ഹെയർ, ആൻഡ് ഓൾസോ ദ സോഷ്യൽ മീഡിയ. ഓക്കെ. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഓക്കെ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.